നടത്തിവരാറുള്ള കുറ്റിക്കടവ് പിലാശ്ശേരി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം അത്യാഡംബരപൂർവ്വം കൊണ്ടാടുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി പുരസരം അറിയിച്ചുകൊള്ളുന്നു. പുലർച്ചെ 4:30 ഗണപതി ഹോമത്തോടെ സമാരംഭം കുറിക്കുന്ന ഉത്സവാഘോഷ പരിപാടിയിലേക്ക് ഇന്നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സാദരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ നാട്ടുകാർക്കും ഉത്സവ കമ്മിറ്റി ഒരുക്കുന്ന അന്നദാനവും ഐനിക്കാട് രാമകൃഷ്ണൻ നേതൃത്വം നൽകുന്ന നടനം ചിറയാട്ട കലാസമിതിയുടെ വെള്ളാട്ടുതിറ ദേവനൃത്തം കാവടിയാട്ടം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഉത്സവാഘോഷത്തിന് മാറ്റുകൂട്ടാനായി 500-ൽ പരം താലമേന്തിയ സ്ത്രീകളും കുട്ടികളും അണിനിരക്കുന്ന വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പാലക്കാട് ശിവൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്ന കണ്ണിനും കാതിനും കുളിർമയേകുക അത്യുഗ്രൻ പാണ്ഡിവേണം. തുടർന്ന് ആകാശത്ത് വർണ്ണ വിസ്മയം തീർക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി പുരസരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഭക്തജനങ്ങളെ കൊല്ലം തോറും നടത്തിവരാറുള്ള കുറ്റിക്കടവ് പിലാശ്ശേരി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം അത്യാഡംബരപൂർവ്വം കൊണ്ടാടുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി പുരസരം അറിയിച്ചുകൊള്ളുന്നു. പുലർച്ചെ 4:30 ഗണപതി ഹോമത്തോടെ സമാരംഭം കുറിക്കുന്ന ഉത്സവാഘോഷ പരിപാടിയിലേക്ക് ഇന്നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. എടാ വേണോ, ഉത്സവമായിട്ട് നല്ല പൊരിഞ്ഞ കച്ചവടാണല്ലോ. ഇത്തവണ നിന്റെ കച്ചവടമൊന്നുമില്ലേ? ഉത്സവമൊക്കെ കൊല്ലം കൊല്ലം ഉണ്ടാവുന്നതല്ല മോനെ. കച്ചവടത്തിന് നിന്നാണ് കാണിച്ചാലേ ഉത്സവം മര്യാദക്ക് കൂടാൻ പറ്റുക. ശരിയാ ശരിയാ. അതെ, പറഞ്ഞ ശരിയാ. പൂരപ്പറമ്പിൽ കച്ചവടത്തിന് നിന്നാലേ ഉത്സവം കാണാൻ നടക്കുക. ആരാ പോണ നോക്കിയാ? ഇവൻ പുറത്തിറങ്ങിയോ? ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുമല്ലേ? വേണുട്ടാ, ആ സാറ് വന്നോ? ഉത്സവക്കായിട്ട് എല്ലാരും ഉണ്ടല്ലോ. സുഖം തന്നെയല്ലേ? ഓ സുഖം തന്നെ. വേണുട്ട, ഒരു ഗ്ലാസ് വെള്ളം വേണേ. ഓ, പ്രാവശ്യത്തെ ഉത്സവത്തിന് ഗാനമേളൊക്കെ ഉണ്ടല്ലോ. ഇപ്രാവശ്യത്തെ ഉത്സവം ജോറാണ്, ഗാനമേളയുണ്ട്. അപ്പൊ പോലീസും വേണ്ടി വരും. ഗാനമേള ഉണ്ടെങ്കിൽ തല്ലുറപ്പാണല്ലോ. അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല സാറേ. എന്റെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിന് ഗാനമേള ഉണ്ടോ? ഒരു തല്ലുറപ്പാ. ദിവസം കാണുന്നുണ്ടെങ്കിലും സാറിന്റെ നാട് എവിടെയാ? സ്ഥലം സുൽത്താൻ ബത്തേരിക്കടുത്ത. ഇതിപ്പോ സാറിപ്പോ നമ്മളെ നാട്ടുകാരൻ തന്നെ ആയില്ലേ? അതെ അതെ. ഒരു മിനിറ്റേ വേണുട്ടാ, അതും എടുത്തേ. ശോഭേ, അവരൊക്കെ എന്ത് ചെയ്യാ? ഞാനിത് കൊടുത്തിട്ട് വരാം. ആ ശരി ശോഭേ. പരിസരത്തു നിന്നും MDMA ഉൾപ്പെടുന്ന മാരക ലഹരി വസ്തുക്കളുമായി 2 യുവാക്കൾ പിടി. പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ മേറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. 25-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ തങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സാധനം കൈവശം. നേരം വൈകിയ പിന്നെ ഇജ്ജാതി ഏർപ്പാടൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. പലപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളെ മക്കളെ ഭാവിയൊക്കെ എന്താവാന്ന് പടച്ചോൻ എന്നെ അറിയുള്ളൂ. ശ്രദ്ധപ്പെടാനിട്ടല്ല വേണു, ഇതൊക്കെ എവിടുന്ന് വരുന്ന ഒരറിവില്ലല്ലോ. പറയുമ്പോ ചായ ഉണ്ടാക്കാനേ ഓനോട് നിന്നെ കെട്ടിക്കൊണ്ടുവരാൻ പറ. രാവിലെ തന്നെ കേട്ടപ്പോ സമാധാനമായല്ലേ നിങ്ങൾക്ക്? അതെന്നും കേട്ടാലല്ലേ അനക്ക് സമാധാനാവുള്ളൂ. ആ മോനെ, ആ മജീദ് പറഞ്ഞ കാര്യം എന്തായി? അത് അവരോട് ചോദിച്ചിട്ട് വിളിക്കാന്നമ്മ പറഞ്ഞു. ചിലപ്പോ നാളെ തന്നെ പോകേണ്ടി വരും. എന്താണ് ഉമ്മയും മോനും തമ്മിൽ ഒരു കിഞ്ചന വർത്താനം? ആ, നീ ചായ ഉണ്ടാക്കിയ? അതെ,
അടുത്തെങ്ങാനും എനിക്കൊരു നാത്തുംപൊരി കാണാൻ പറ്റുമോ? പിന്നെ എനിക്ക് പെണ്ണിട്ടാഞ്ഞിട്ടല്ല, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അത് പിന്നെ നമുക്കറിയില്ലേ, അതുകൊണ്ടാണല്ലോ ആഴ്ച ആഴ്ച ചായ കുടിക്കാൻ പോണേ. അതെനിക്ക് എന്നെ അറിയാഞ്ഞിട്ടാ. രണ്ടാളും കണ്ട അപ്പ തുടങ്ങിക്കോളും. ഹലോ, ആ സ്വാതി, ആ ഞാനിപ്പത്തി. ആ അല്ല, നാട്ടിലൊന്നും പോണില്ലേ? ഇടയ്ക്കൊരു റെയിൽവേ ട്രിപ്പ് കിട്ടുന്നതാണേ. അല്ല, നിങ്ങളുടെ നാട്ടിൽ വലിയ ഉത്സവല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് പോ. ശരി എന്നാ. ഓ ശരി എന്നാ. ഈ ചെക്കത് വരെ എണീറ്റില്ലേ? ഓന് ഞാൻ കൊടുക്കാം. ഓൻ്റെ ഒരു ഉറക്കം. ഓ എന്താ ഓൻ്റെ എണീക്കണം അങ്ങോട്ട്. വെയില് നേറിയെന്തേലും എത്തിയാലും എണീക്കരുതടാ. വല്ലാത്തൊരു ജന്മം. അനക്കെന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ. അന്റെ അച്ഛനത് അവിടെ കിളച്ച് കളിച്ച് ചേമിന് വളാവുന്ന വല്ലാത്തൊരു സാധനം. അതിനെങ്ങനെയാ നേരത്തിന് വന്നാ മിണുങ്ങാൻ ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ആ തേങ്ങ വിറ്റുന്ന 1000 റുപ്യ കയറണ ഉത്സവക്കല്ലേ? ഒരൊറ്റ അവിടെ തന്നാലുണ്ടല്ലോ. അന്നെ പോലെ അല്ലടാ ജമാല്. ഓട്ടോ ഓടിച്ചിട്ടാണ് ആ ചെക്കൻ ആ കുടുംബം പോറ്റുന്നത്. ഉളുപ്പില്ലാത്തോ. ഈ ആ ചെക്കന്മാരെ കൂടെ അങ്ങനെ നടന്നോ വഷളാവാൻ വേണ്ടി? ആരാ മോഷളത്? അന്റെ കൂട്ടുകാര് അല്ലാണ്ട് ആര്? ഞാൻ വിചാരിച്ച അമ്മ ഏതാ പുതിയ കോമഡി കടിക്കണത്. എന്നോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടയോ. നന്നാവൂല ഒരു കാലത്ത്. കറക്റ്റ്, ഇതിങ്ങനെ വളായിത്തീരും. എന്നെ പിടിക്കാൻ വാ, എന്നിട്ട് ഞാൻ എന്നെ പിടിക്കാം. ഇങ്ങോട്ട് വാ, വേഗം വാ, വേഗം വാ അങ്ങോട്ട്. അപ്പുറത്തേടം പോയി കളിച്ചോടി. എന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് വേറെ കളി കളിക്കാം. എന്നിട്ട് ഇന്നെ പിടിക്കുക, എന്നിട്ട് ഞാൻ എന്നെ പിടിക്കാം. അമ്പടിക്കടി ഇമ്പടിക്കടി അകമടിക്കടി പുറമടിക്കടി വലതടി ഇടതടിക്കടി സാം സീം അമ്പടിക്കടി ഇമ്പടിക്കടി അകമടിക്കടി പുറമ വലതടിക്കടി ഇടതടിക്കടി തെറ്റി ഒന്നും കൂടി സാം സീം. ഉത്സവപ്പറമ്പിൽ നല്ല പെൺകുട്ടികൾ കാണും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. തെറ്റി ഇത് ലാസ്റ്റ് ആണ്. പഴയ പോലെ നല്ലടി, പെൺകുട്ടികൾക്ക് വിവരം വെച്ച്. അകമടിക്കടി പുറമടിക്കടി. മാമ, എനിക്ക് ഉത്സവപ്പറമ്പെന്ന് മാലയും വളയും വാങ്ങി തരണേ. കയ്യിൽ 5 പൈസല്ല, അപ്പഴാ മാലയും പോലെ. ഒന്ന് പതുക്കെ ഓടി കളിച്ചോ. ഡാ, ഈ വരുമ്പോളേ ആ ബാലേട്ടന്റെ വീടിന്ന് കുറച്ച് സാധനം വാങ്ങിക്കോണ്ട്. സഞ്ജീത്താനുണ്ട് ഷീട്ട്. പൈസ ഈ അച്ഛനെ കീശന്ന് എടുത്തോ. ശാന്തേ, പൈസ എടുത്ത് കൊടുത്താ മതി, അവനോട് കേട്ടണ്ട. മിക്കവാറും ഞാൻ 1 വർഷം വെക്കിഞ്ഞേ. ക്ലച്ചുകൾ പോയിട്ടാ എവിടെ പോയില്ലേ? മാറ്റേണ്ടി വരും. വല്ലാണ്ട പോവില്ല. എടാ അമ്പേ, അതവിടെ ഇല്ലല്ലോ, മറ്റോടത്തല്ലേ വെക്കുക? മറ്റോടത്തല്ലേ ഫിറ്റ് ചെയ്യാ? മറ്റോടത്ത് ഫിറ്റ് ചെയ്തോ. കയ്യിലെന്താ ആവശ്യമുള്ള അവിടെ കൊണ്ടേക്ക്. അവിടെ കൊണ്ടുപോകാറുണ്ട്. അന്തരീക്ഷം ഞാൻ പോയി കേട്ടോ. ഇങ്ങോട്ട് ഇതാ യമഹ ഏജന്റ് ബാക്കിയാടാ.
അയച്ചതിന്റെ ബാക്കി സാധനം ആ അപ്പൊ ഇനി ഫിറ്റ് ചെയ്തില്ല. ഇതാ ഫിറ്റ് ചെയ്തതിന്റെ ബാക്കി സാധനം അത് അതെങ്ങനെയാണ് അയച്ചതിന് ബാക്കി വരിക? അത് ഫിറ്റ് ചെയ്യണ്ടതില് ഫിറ്റ് ചെയ്യാനുള്ള അല്ലേ? ഈ സ്കൂട്ടർ സൈക്കിൾ ആക്കുവോ? കുണ്ടക്കണാടെ എടാ നിന്റെ പഴയ ഹെൽമെറ്റ് ആണുള്ളത്. ഓടാ സ്കൂട്ടർ ഓടിക്കാതെ തണക്ക് നിങ്ങളുടെ ഹെൽമെറ്റ്. എടാ അമ്പേ, പിന്നെ ഈ ഇങ്ങനെ ഇന്ന് കയ്യിൽ ഓയിലും ഗ്രീസായിട്ട് നടക്കുക, അപ്പൊ നമുക്ക് ചടപ്പാവില്ലേ? ഞാൻ കയ്യിൽ ഗ്രീസ് ആക്കണ ഇടക്കിടക്ക് ചുണ്ടടിക്കാൻ കിട്ടണത് കേട്ടാ. അയ്യോ പണിക്കോല, മറ്റുള്ളവരെടുത്തോട്ടെ. എന്താ ചെയ്യണ്ട്? ഇത് അന്യ എന്താ ചെയ്തിനിയോ? നമ്മുടെ കൊണ്ട് വെച്ചൂടെ? ഓ 4 ആളെ കാണുമ്പോ എന്തൊക്കെയോ പണിയെടുക്കേണ്ടത് കാണിക്കുക. ആവുന്നല്ല. അതാ ജമാലി. ആ അങ്ങാടിയിൽ മൊത്തം പോലീസാ. എന്താടാ? എഞ്ചിനീയറിംഗ് കോളേജിലെ 3 എണ്ണത്തിനെ പൊക്കി. ഫുള്ള് കഞ്ചാവും മയക്കുമരുന്നാന്ന് തോന്നുന്നു. മൊത്തം പ്രശ്ന. പഴയ കാലത്തെ കുട്ടികളൊന്നുമല്ല ഇപ്പത്തെ കാലത്തെ കുട്ടികൾ. മൊത്തം വേറെ വൈബാ. ഈ വണ്ടി എന്നാക്കി കഴിഞ്ഞോ? ആ എന്നാക്കി ഏട്ടാ കഴിഞ്ഞെടുത്തോളി. എടാ വിത്തേ ഇങ്ങോട്ടാ. ഒക്കെ ശരിയല്ലേ അപ്പൊ? ടേബിള് മാറ്റി വരും, കുറച്ചുകൂടി പോയിക്കോളൂ കേട്ടാ. എന്നാ ശരി. എന്നാ പിന്നെ ഇറക്കിയോട്ടല്ലേ? ആഹാ എടുക്കെടു അങ്ങോട്ട് നീക്ക്. വലിച്ചു കയറ്റിയേക്കണം. നടക്കാം. നടക്കാം. ഓ എന്താ ഇത്? ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പെണ്ണിന്റെ മെക്കിട്ട് കയറാൻ നോക്കിയതാ. കയ്യോടെ പൊക്കി സാറേ. വെള്ളാണോടാ? അല്ല സാറേ, മറ്റവനാ അടിച്ച് കിറങ്ങിയിരിക്കുക 3 എണ്ണം. ഓ, ഒരു സാധനം വല്ലതും കയ്യിൽ നിന്ന് കിട്ടിയോ? കയ്യിലൊന്നും ഇല്ലായിരുന്നു സാറേ. എല്ലാം ഒപ്പിച്ചിട്ട് കിടന്ന് മൂന്നോടാ. ഇല്ല സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിടിച്ച് ലോക്കപ്പിലാക്കും മൂന്നിനെ. ശരി സാർ. പിന്നെ സാധനം എവിടുന്നാ കിട്ടിയെന്നുള്ളത് പറയിപ്പിക്കണം. ഓക്കെ സാർ. പേന്ന് വിരിഞ്ഞിട്ടില്ല അതിന്റെ ഇടയ്ക്ക്. എന്റെ പിള്ളേരോടെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അവരങ്ങ് വിട്ടേക്ക് സാറേ. ഇത് കേസ് വേറെയാടോ. എന്ത് കേസാണെങ്കിലും ശരി, വിട്ടേക്ക് സാറേ. സാറേ, അതിലൊരുത്തൻ നമ്മുടെ MLA സുഗണൻ സാറിന്റെ മകനാന്നാ പറയുന്നത്. വീട്ടില്ലെങ്കിൽ പണി കിട്ടും സാറേ. നാട് നന്നാക്കേണ്ടവർ തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയ പിന്നെ എന്താ ചെയ്യാ? ഇറക്കി വിട്ടേക്കടോ അവന്മാരെ. എന്നാ ശരി സാറേ. വിട്ടേക്കടോ. ഓക്കെ സാർ. എവിടെയാണോ സ്ഥലം എത്തിയോ? ആ നിർത്തി ഇറങ്ങി ഇവിടെ ഫുള്ളു ആയ തൊട്ടവനെ. അപ്പൊ തെങ്ങും പയറൊന്നും ഈ കാണില്ലേ? അതിലങ്ങോട്ട് പോയത് ആടാ വീട്. നിക്ക് ഞാനുണ്ട്. ആ നല്ല കൊലയാണല്ലോ. അത് കറക്റ്റ് സ്ഥലാ. ഞാൻ വരാ, വയ്ക്കോ. അത് കഴിഞ്ഞിട്ട് ചോദിച്ചാ പോരെ. വരാ, വിട്ടെടുക്ക മുട്ടെടുക്കാൻ നടക്കണം. വഴിയിലാ മൂത്രമൊഴിക്കലേ? എന്താ മൂത്രമൊഴിക്കാനായിട്ട് വേറെ വഴി കിട്ടി നിങ്ങള്? എന്തെന്ന് തീരായിട്ട് മൂത്രപ്പുര ആക്കാനല്ലോ ബോസേ. മുട്ടിപ്പം നൊയിച്ചാണ്. എന്തെങ്കിലും പ്രശ്നം എന്താ? വീടാട്ടാ, അവന്റെ അഹങ്കാരം കണ്ടിലേക്ക്. ഒരു നല്ല കാര്യത്തിൽ നമ്മൾ മരമുണ്ടാക്കണ്ട, പൊയ്ക്കേട്ടാ. പിന്നെ വരമ്പത്ത് മൂത്രമൊഴിക്കാണല്ലോ നല്ല കാര്യം. ഇതൊരു മൂത്ര പ്രശ്നമാക്കല്ലേ? ഒരു നുറുക്ക് അച്ചപ്പൊക്കെ ആയിട്ട് പള്ളാണാൻ പോവാ. കൂട്ടുകാരനാ? ആര്? ഞങ്ങളെ? ഇങ്ങളെ ഞങ്ങള് ഫ്രണ്ട്സാ. ഒരു നൂലിനടങ്ങിക്കാതെ ഇവിടെ ഉണ്ടാക്കിയേക്കൂല്ലേ? നിർത്തായി. പെണ്ണിന് വാപ്പരുണ്ട്. ഞങ്ങളിത് എവിടെ നിന്ന് കട്ടുണ്ടോ വെച്ചാ? ആ ചെറിയ മാമനാണ്. ഓ നിങ്ങളെ? എന്റെ അല്ല കുട്ടരെ. ഓ ഈ മുറുക്ക് എവിടെയോ കണ്ടു മുറിച്ചായില്ലേ? കുട്ടീനെ മുറുക്ക് എന്താ
സെറ്റാണ് മോനെ. മോളെ അങ്ങോട്ട് കൊടുക്കും. നോക്കറിയില്ല കൊടുക്കായി അല്ലേ? എനിക്ക് പറ്റി. എനിക്ക് പറ്റിയോ? എനിക്കിതിനെ പറ്റുന്ന നമുക്ക് ഇഷ്ടമായ കുഴപ്പമില്ല. ശരിയാക്കാം. അല്ലയോടെ ഒന്ന് ഒരു കാര്യം പറഞ്ഞു. എന്തിനാ ഈ വർഗത്തിനോടെ കയറ്റിരുത്? ഇവരെന്തിനാ ഇവിടെ കയറ്റിയിരുത്തിയത്? ഞാൻ വരുന്ന വഴിക്കാം വഴിയിൽ മൂത്രമൊഴിക്കണം ചോദിച്ചതിനാ ആ ഉണ്ടക്കണം എന്റെ മെക്കിട്ട് കയറിയത്. ഇറക്കിവിടെ അവരെ ചള്ള ഞാൻ അടിച്ചു പൊട്ടി. ഇവിടെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വേണ്ട, പാപ്പാനോട് കുറച്ച് പിന്നെ സംസാരിച്ചതേ ഉള്ളൂ അല്ലേ? എന്തിപ്പോ ഇവർക്ക് പറ്റി? കുടിക്കുന്ന വെള്ളത്തിൽ എന്തൊരു കുഴപ്പമുണ്ടോ? വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ച് ഞാൻ വണ്ടി ഇവിടുത്തെ പേര് ഓടുന്നു. മോനെ ചെക്കിന് ആ സീനൊന്നുമില്ല. നമ്മുടെ സൈഡാക്കി സാറിൻ്റെ അടുത്തേക്കേ ഇല്ല, റോഡ് സൈഡാക്കും. ആ ഒതുങ്ങി നിർത്തും. സാറ് വിളിക്കുന്നു. ആ വരെ സാറേ. എന്താ സാറേ? കാക്കി എന്തിടാ? സാറേ വണ്ടി ജമാലില്ല, ഞങ്ങൾ പെണ്ണിടാൻ പോയി വരിക. ഏത് ജമാല്? വണ്ടിയുണ്ട്. നീങ്ങി വന്നേ. സാർ, പെണ്ണ് കാണാൻ പോകുമ്പോ കാക്കി വേണ്ടാന്നല്ല നിയമം ഉണ്ടോടാ? സാർ ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാർ. ആ ഒരു 2000 രൂപ അടച്ചിട്ട് പോയിക്കോ. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഫൈൻ അടിച്ചിട്ട് പോക്കോ. സാറേ അത് കുറച്ച് കൂടുതലല്ലേ, ഒരു 500 അടച്ചാ പോരെ? പൈസ അടച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ വണ്ടി ആ സ്റ്റേഷനിലേക്ക് എടുക്കും കേട്ടോ. എന്നാ സാറ് ഫൈൻ അയക്കോ, ഞാൻ കോടതിയിൽ അടച്ചോളാം. യൂണിഫോം ഇടാണ്ട് വണ്ടി ഓടിച്ചതും പോരാണ്ട് ന്യായം പറഞ്ഞോളാ. സാറ് കുറച്ചുകൂടെ മാനിയായിട്ട് സംസാരിക്കുക. സാറെന്താന്ന് വെച്ചാ ചെയ്തു, ഞാൻ കോടതി കണ്ടോളാം. നിന്നെ എടുത്തോളടാ. ജമാൽ ഇങ്ങനെ എടുത്തോ മോനെ വണ്ടി. വണ്ടി എടുത്ത് പോടാ. കോടതി അമ്മേ, ആമേ, എന്താടാ ഇതാ നിങ്ങളെ ആളതാ വന്നിക്കണ. പരമേശ്വരേട്ടൻ അവിടുന്ന് എന്തോ ഇഷ്ടമില്ലാതെ പറഞ്ഞിട്ടുണ്ടാവും, അതപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ചോറുണ്ടോ നോക്കട്ടെ, വെള്ളം ഒഴിച്ചു പോയിന്നാ തോന്നുന്നു. ചോറ് ഇരുത്തി തീറ്റി കൂടെ നല്ലോണം. ഭാഗ്യായി വെള്ളം ഒഴിച്ചില്ല. ദാ ആ കൊടുത്തോളി, നിങ്ങൾ തന്നെ അയാളെ വഷളാക്കണത്. ഒന്നും മിണ്ടാതിരിയടാ, മനുഷ്യന്റെ കാര്യം എത്രയേ ഉള്ളൂ. എപ്പോഴാ ബുദ്ധി മറിയാന്ന് പറയാൻ പറ്റൂല. വേലുവേ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന അന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ചിത്രം വരയ്ക്കേ? അതൊന്നും പറ്റൂല, പക്ഷെ വേറെ കാര്യമുണ്ട്, മൂപ്പര് വരയ്ക്കണൊക്കെ ഒരേ മാതിരിയാ. എടാ ഒന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലടാ, കുറച്ചൊക്കെ ആൾക്കാരോട് ഒരു ബഹുമാനമൊക്കെ കാണിക്കേ. ഇതൊക്കെ എന്ത് ഇതാണടാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്ത് JCB നല്ല മാന്തലാണല്ലോ. എടാ 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 ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചാണ്, നീ വരാനിട്ടല്ലേ? അമ്മേ അല്ല ഇന്നലെ വാ, ഉത്സവമൊക്കെ അല്ലേ, ഞാൻ ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ. വരാ പോരെ? ചേട്ടനിത് എങ്ങോട്ടാ? ഒരു വണ്ടി പണി നിർത്തി കൊടുക്കാണ്ട്, ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. അമ്മേ ആ എണ്ണ തേക്കുന്നോണ്ട് കുഴപ്പമില്ല, സ്ലിപ്പായി താഴേക്ക് വീഴരുത്, നോക്കണം. പോയി വാ മോനെ. എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പോ നമ്മളെ ഭാഗ്യാടി ഇങ്ങനെ ഒരു മരുവന കിട്ടിയത്. വെക്കണമെന്നും വടകര കൂറ്റിൽ അറക്കണമെന്നും സന്തുവെന്നു ശ്രീ മുഹമ്മദ് ആരെയും കൂടി ഇഷ്ടം പോലെ ചോറും കറിയും കൊടുക്കാനായോ.
ചങ്ങായി പാലം കടക്കാനയക്കണ ചങ്ങായി കാലി ചെരുപ്പ് നെഞ്ചത്തൊട്ട് പട്ടച്ചൂലോണ്ടടിയിൽ വിട്ടി ചൂട്ട് കെട്ടി മോത്ത് കുത്തി മാനം കെട്ടി പോറുതി മുട്ടി മുട്ടി ഈ ഭാഗം കെട്ടിട്ട് ഇരിക്കണ നേരം വല്ല വൈക്കും വൈക്കൂടെ ഈ വടം വിട്ടു അടിപൊളിയാ. അല്ലടോ ഉത്സവത്തിന് ഇപ്രാവശ്യം നാടകാ നാടകോ ഗാനമേളടോ അല്ല ധാര വരുന്നോക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരേ. ഇതെന്താ വെള്ളിയും വെള്ളയൊക്കെ ഇട്ട് മാടപ്രാവ് ലുക്കല് കല്യാണം കഴിഞ്ഞ് ഇന്ന് ഒതുങ്ങി ജീവിക്കണ്ടേ? എന്നാ വാ വേണ്ട 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 വേണ്ട. ഞാൻ ഒരു പണി കഴിഞ്ഞ് ബൈക്ക് എടുത്തു കൊടുക്കാൻ്റെ ഷോപ്പിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് വൈഫായിട്ട് അമ്പലത്തിൽ പോകണ്ട വൈകിട്ടെ. അല്ല ആശയൊക്കെ മാറി അടിക്കില്ലപ്പോ അടിയില്ല, നല്ല രീതിയിലാണ്. നമ്മളെ കൂടെ കൂടുതൽ കുറച്ച് വയ്ക്കുവാണ്. കുടിച്ചോ. ഞാൻ ഒന്നും അടിച്ചല്ലേ ഇനി അടിച്ചോ ഇനി അടിച്ചോ. ഇതിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് തീർക്കണ്ടല്ലേ? അല്ലെങ്കിലേ പോയില്ലേ നിങ്ങൾ കരുതി ഞാൻ കല്യാണം കഴിഞ്ഞ് പെങ്കോതനായി പോയി. ഒന്നും ചെറുത് മതി. എന്തായാലും ഉത്സവം അവിടെ തകർക്കാണല്ലോ. ഇതെന്താണ് തുള്ളി മരുന്നോ? കുറച്ചുകൂടെ സാധനം നോക്കാം. സാധനം നോക്ക്. നോക്ക് പെണ്ണിട്ടിയപ്പോഴേക്കും നമുക്കൊന്ന് പൊളിക്കണ്ടോ? ആ പറയടാ. ഒന്നുമില്ലടാ, ചെറിയൊരു ജലദോഷം. നീ പുറപ്പെട്ടോ? നീ ഒരു കാര്യം ചെയ്യ്, കുറ്റിക്കടവ് ബസ് സ്റ്റോപ്പിൽ നിൽക്ക്, ഞാൻ വണ്ടി വിടാം. ഓ, ഇവിടെ ഉത്സവമായിട്ട് ഒന്നും വെച്ചിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങ് പോര്. നമുക്ക് ജമാലിനെ വിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിപ്പിക്കാം. ഓക്കെ ശരി, സൂക്ഷിച്ചു വേട്ടോ. ഓക്കെ ഓക്കെ. വേണോടാ ഒരു ചായ എടുത്തോളി. ഇരിക്കേ. വേണൂട്ടാ ഓക്കെ അല്ലേ? അതൊക്കെ എപ്പോഴോ റെഡിയാക്കി വെച്ചിരിക്കണ് സാറേ. അല്ല ഇന്നെന്താ 2 പൊതിച്ചോറ്? ഒന്നാർക്കാ? രാത്രി ഉത്സവമൊക്കെ അല്ലേ, ഊണൊക്കെ കിട്ടാൻ പ്രയാസമാവും. അത് ശരിയാ. അതുകൊണ്ടൊന്ന് കരുതി വെച്ചെന്നേ ഉള്ളൂ. അതേതായാലും നന്നായി. ഇതെത്ര? ഒരു 150 രൂപ എന്നാളെ. Hi. Hello. Hi. This is Sina Babira. I'm here. ചേട്ടാ, ഉത്സവത്തിന് വിദേശികളടക്കം എത്തിത്തുടങ്ങി. ചേട്ടപ്പോഴും കച്ചവടം ചെയ്തിരിക്കുകയാണ്. ഊട്ടി പോകാൻ നോക്ക് മനുഷ്യ. സാറേ, നിങ്ങളെ പോലത്തെ പതിവ് കച്ചവടക്കാരൊക്കെ ഉണ്ടാവൂലേ? ഉത്സവം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ എനിക്ക് നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ അല്ലേ സാറേ ഉണ്ടാവുള്ളൂ. ഞാനൊരു തമാശ പറഞ്ഞ കച്ചവടം നടക്കട്ടെ. ശരിയെന്നാ. എന്നാ ശരി. Hi. Hello. Hi, bye guys. I'm in Kutikadave. So much fun. എന്തേനി ഇന്നലെ ചന്ദ്രന്റെ വീട്ടിലൊരു ബഹളം? അതില്ലേ, അത് ഓൻ്റെ ആ മൂത്തോണ്ടല്ലോ, ആ കോളേജിൽ പഠിക്കണേ.
ആ ചെക്കൻ പൈസ വെച്ച് കച്ചറ ഉണ്ടാക്കിയതാ. ചെക്കൻ ഫുള്ള് അലമ്പാണ്. തന്റെ കൂലിപ്പണി ഉണ്ടാക്കുന്ന പൈസ അല്ലേ. ചെക്കൻ കഞ്ചാവ് അടിച്ചിട്ട് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കുക. നമ്മളെ നാട്ടിലും ഇതൊക്കെ പതിവായി. എന്താ ഇപ്പൊ ചെയ്യാ? ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ആയാലും അതൊക്കെ ഓന്റെ വേലേട്ടാ. നിങ്ങളെ മനുഷ്യനെ പിടിപ്പിച്ചാഞ്ഞല്ലോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം, താടി മുടി കണ്ടാ തന്നെ പാവാണ്, ഉപദ്രവമൊന്നുമില്ല. അതൊക്കെ ശരിയാ. എന്നാലും രാത്രിയിൽ ഇങ്ങനെ ആരാരും പേടിച്ചു വരും. അമ്മേ ശരണം, ദേവി ശരണം. ഒരു പ്രത്യേക അറിയിപ്പ്. ഒരു കാറിന്റെ ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥൻ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. പുറത്ത് വയ്ക്കണ്ട. It's a typical Kerala festival. I'm in a temple and they're gambling. Let's have a look. Sorry. Yeah, they're gambling. What did they do? So much people here. Let me have a closer look. So. So much people here. Let me have a closer look. Oh yeah, they're really gambling. So serious. Why are you shouting at me? It's just a vlog. What are you doing, man? What's your problem, man? It's just a card game. What's your problem? I don't even know what you're saying. Malayalam arilla. Speak some English, man. What's your problem? Just doing a vlog. ഇത്ര ആള് കൂടിയ സ്ഥലത്ത് മുണ്ടുരുക്കാൻ നടക്കുക. ചേട്ടാ അവിടെ അടി നടക്കുന്നു. അടി അടിയോ? കൊടുക്കലയോ എന്താ എന്താ ഇവിടെ എന്താ? അവര് ഈ കുട്ടിയെ ഉപദ്രവിച്ചു. Sir, I was just making a vlog. They were pissing me off. I just had to defend myself. നടക്കണം സ്റ്റേഷനിലേക്ക്. Madam, sorry for the inconvenience. Please come to the station to make a report. Okay? Then, as per the procedure, please cooperate with us. Okay. 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 Okay, ma'am. Okay. Yeah, please come. So, you are saying you are a vlogger. Yes, I'm a vlogger. Which is your channel? Irababira 8747. Okay, can you show me?
Okay, I have subscribed. Please have your seat. ഇവന്മാരേട്ടാ സാറേ പ്രശ്നം. ഇവന്മാര് ചീട്ട് കളിക്കുന്നത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാ അടി തുടങ്ങുന്നത്. ഇവന്മാരുടെ ഒരു നേതാവുണ്ടായിരുന്നു, അവൻ മുങ്ങി. പിന്നെ ഈ ലേഡിക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിദേശിയാ, പോരാത്തിന് വനിതയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇവര് പരാതിയൊന്നും ഇല്ലാന്ന് പറഞ്ഞത് നിന്റെയൊക്കെ നല്ല കാലം. സോറി പറയടാ. സോറി മാം. ഹനീഫ സാർ, മാഡത്തിനെ വിളിച്ച് ഉത്സവപ്പറമ്പ് കൊണ്ടേക്ക്. കോവിത്തെ Thank you, sir. Take her back. Yeah. ഇവന്മാരെ ഇന്ന് രാത്രി ഇവിടെ കിടക്കട്ടെ. ലോക്കപ്പയ്യേ ചെല്ലടാ. ഒരു പ്രത്യേക അറിയിപ്പ്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കരുതെന്ന് അറിയിക്കുകയാണ്. ഞാനേ ആ സ്വാതി ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഓളെവിടെ എവിടെയും കാണുന്നില്ല. ഇപ്പൊ സാധിക്കേ പറ്റുള്ളൂ. ഇത് അങ്ങനൊന്നും അല്ലടോ, ഓളൊന്ന് കാണാൻ വേണ്ടിട്ടാണ്. ഹലോ സ്വാതി, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ, ഇവിടെ എവിടെയും കണ്ടില്ല. കാണില്ലല്ലോ. ആ ഓക്കെ ഓക്കെ. വല്ല പണി നോക്കണ കൗട്ടെ. വെസ്റ്റ് ഇൻഡീസിന്റെ ആലോടാ കാൽമ കിട്ടി. നാളെ രാവിലെ തന്നെ ആണോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓനോടൊന്ന് വിളിച്ചു പറയും. എങ്ങോട്ടാണ് നേരം വെളുത്ത് പായുന്നത്? പോയാട്ടോ അവിടുന്ന്. ഇവനിതെന്ത് പറ്റി? വീണട്ടാ, അവിടെ എന്താ സംഭവം? എടോ അതെന്നെയാടോ എനിക്കും മനസ്സിലാവാത്തത്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിക്കണോ?
40 ഇവിടുന്ന് അങ്ങോട്ടുള്ള എടുത്തായിരുന്നു. എടുത്തു 22 കേട്ടോ. ആ കൈയിൻ്റെ ഭാഗം നോക്കണം സാർ. ആ ചുമരിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കും. ഓക്കെ സാർ. ഇൻക്വസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തില്ലേ? ആ എന്നാ സൈൻ ചെയ്ത് കൊടുക്കും. ആ ഫോറൻസിക്കാരെ വിളിച്ചോ. ഒരു സിറിഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാമല്ലേ? ഓക്കെ സർ, പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം. ശരി. കണ്ടിട്ട് എന്ത് തോന്നുന്നു? സർ, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേത് കൂടാതെ മറ്റൊരു സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന നടക്കുന്നേ ഉള്ളൂ. മൂർച്ചയേറിയ എന്തോ ആയുധം കൊണ്ടാണ് കൃത്യം നടത്തിയിട്ടുള്ളത്. ഇരിക്കും. സാക്ഷികളൊക്കെ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട് സർ. ഓരോരുത്തരായിട്ട് വിളിച്ചോ. സർ. ആദ്യം കണ്ടതാരാണ്? ഇയാളാണ് സാറേ. ഇവിടെ പാലുകൊണ്ടിരുന്ന ആളാ. അയാളെ കൊണ്ട് വിളിക്കേ. സാർ അങ്ങോട്ട് വാ. താൻ എത്ര മണിക്കാണ് ഇവിടെ വരാറ്? ഒരു 6-6:15 ആവാറുണ്ട്. ആരാണ് വാതിൽ തുറക്കാറ്? തിണ്ണയിൽ കുപ്പി വെക്കും. ആരാ എടുക്കാറെന്നൊന്നും കാണാറില്ല. ഇതെന്താ പിന്നെ താൻ പതിവ് തെറ്റിച്ച്? അത് കഴിഞ്ഞ മാസത്തെ പൈസ കുറച്ച് കിട്ടാണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി വിളിച്ചു നോക്കിയ പുറത്താരും കണ്ടില്ല. ബെല്ലടിച്ച് നോക്കിയപ്പോൾ കറണ്ടും ഇല്ല. പുലർച്ചെ ഈ പ്രദേശത്തൊന്നും കറണ്ട് ഇല്ലാന്നാണ് സാർ അറിഞ്ഞത്. എന്നിട്ട് പിന്നെ ചുറ്റും നോക്കി, ആരും കണ്ടില്ല. പിന്നെ ജനലിലൂടെ നോക്കിയപ്പോഴാ അത് കണ്ടത്. ഞാനാകെ പേടിച്ചു പോയി സാറേ. അപ്പോഴാ റോഡിലൂടെ വേലായുധേട്ടൻ പോണ് കണ്ടത്. മൂപ്പരോട് കാര്യം പറഞ്ഞു. വേലായുധനോ? വേലായുധനെ വിളിക്ക്. ശരി, ഇയാൾ പോയിക്കോ. ആരാ വേലായുധൻ? ഇങ്ങോട്ട് നീക്ക്. താനെന്തിനാ ആ വഴി വന്നത്? ഞാൻ ദിവസവും മോർണിംഗ് വാക്കിന് വരുന്ന ഈ വഴിയാ സാറേ. നിങ്ങൾ തമ്മിൽ എന്തും കാണാറുണ്ടോ? മിക്കവാറും ഓൻ പാല് കൊടുത്തു വരുമ്പോ ഞാൻ ഇവിടെ എത്താറുണ്ട്. എന്നിട്ട് ഇവൻ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ ജനലിൽ കൂടെ കണ്ടപ്പോഴാ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞങ്ങൾ രണ്ടാളും കൂടിയാ പ്രസിഡന്റ് വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞത്. പ്രസിഡന്റിനെ വിളി. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ സാർ. പേര് അരവിന്ദ് എന്നാ. സംഭവം കണ്ടപാടെ അവരിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു. ഓക്കെ. ഇവിടെ പരിചയമില്ലാത്ത വണ്ടിയോ ആളുകളെ കണ്ടിരുന്നോ? ഉത്സവമല്ലേ സാർ, പലരും വരും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പുറത്തേക്ക് വിളിക്കുമ്പോൾ വരണം കേട്ടോ. ശരി സാർ. അങ്ങോട്ട് മാറിക്ക. Then what is your conclusion? സർ, ആസ് പെർ ദി എവിഡൻസ് മോഷണ ശ്രമം ആവാം, റേപ്പ് അറ്റംപ്റ്റ് ആവാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൺഫേമായി പറയാനാവൂ. ഇത് വാടക വീടാണെന്നല്ലേ പറഞ്ഞത്? ആളെവിടെ? ആളെങ്ങോട്ട് വിളിക്കേ. ഇവിടെ എത്ര നാളെ ഈ പെൺകുട്ടി ഇവിടെ താമസാക്കിയിട്ട്? ഒരു 3-4 മാസമായി സാറേ. ഒറ്റക്കായിരുന്നു താമസം? അല്ല സാറേ, ഒരു പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു കൂടെ. അവിടുത്തെ ജോലിക്കാരിയാണെന്നാ പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും അവരെ കുറിച്ച് അറിയോ? ഇല്ല സാറേ, ഞാൻ മാസത്തിൽ വാടക വാങ്ങാൻ മാത്രമേ വരാറുള്ളൂ. വാടക വാങ്ങിയിട്ട് പോവും. പിന്നെ കാര്യമായിട്ടൊന്നും സംസാരിക്കാറില്ല. ഓക്കെ, താൻ പൊക്കോ. കൂടെയുള്ള ആ സ്ത്രീയെ കുറിച്ച് വല്ല വിവരവും? അവരിപ്പോ കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ട് താലൂക്ക് ആശുപത്രിയിലാണ്. വിളിപ്പിച്ചിട്ടുണ്ടോ സാറേ? ബോഡി ഐഡന്റിഫൈ ചെയ്താ. ഇവിടെ വാടക താമസിക്കുന്ന അറിയാൻ കഴിഞ്ഞത്. പേര് സ്വാധീന. കോളേജിനടുത്തൊരു ഫാൻസി കട അടുത്താണെന്ന് അറിഞ്ഞത്. ബോഡി എവിടെ എടുക്കുന്നത്? ബോഡി ഹോളിലാണ് സർ. സർ കം. എന്തോ നടന്നത്? സാർ, ഇതിനെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? മോഷണം നടന്നതായിട്ടൊന്നും കാണാനില്ല. ആൻഡ് കൊലപാതകം തന്നെയാണെന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
ഈ കുട്ടി 6 മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. പേര് സ്വാതി എന്നാണ്. കൊലപാതകം ചെയ്തത് ആരാന്ന് വല്ല തുമ്പും ലഭിച്ചോ സാർ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ഇവിടെ തീരുമല്ലോ. എനിവേ, കൊലപാതകം അതെന്തറിഞ്ഞാലും ഞാൻ നിങ്ങളെ അറിയിച്ചോളാം. ഓക്കെ? പ്രതിയിലേക്ക് എത്തുന്ന വല്ല തുമ്പും ലഭിച്ചിട്ടുണ്ടോ? ദുരൂഹത എന്നുള്ളത് ഇപ്പൊ പറഞ്ഞ ഒരു മർഡർ മാത്രമാണ്. അതുകൊണ്ട് യെസ്, സാറേ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോഡി മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആ തല വാട്ട്? ആ തല ആളുടേതല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? അല്ല സാറേ, അത് അവളുടേതല്ല, അതെനിക്ക് ഉറപ്പാ. എന്താടോ? ചോദിച്ചു വരുന്നേ ഉള്ളൂ സർ. തങ്കമണി എത്ര നാളെ അവിടെ ജോലിക്ക് നിൽക്കുന്നു? 3 മാസമായി കാണും സാറേ. ഈ കൈക്കെന്ത് പറ്റിയാ? ഇതൊന്ന് വീണതാ സാറേ. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, പണിയെല്ലാം തീർത്ത് ഞാൻ വീട്ടിൽ പോവും. രാത്രി നിൽക്കാറില്ല. പിന്നെ വീണതിന്റെ പിറ്റേന്നാ സാറേ സംഭവം. ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. ആ കുട്ടി എന്താ ചെയ്തിരുന്നേ? അതൊരു ഫാൻസി ഷോപ്പ് നടത്തുകയെന്ന് തോന്നുന്നു. എന്താ ഉറപ്പില്ലേ? ഇല്ല സാറേ, ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ എൻ്റെ പണി ചെയ്യും, പൈസ വാങ്ങും. കുറച്ച് കൂടുതലൊക്കെ ചോദിക്കാതെ തന്നെ തരുന്ന കൂട്ടത്തിലാ. ഒരു പ്രത്യേക സ്വഭാവം സാറേ ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ വീട് എവിടെയാ? കോട്ടയത്തങ്ങ് മറ്റാണെന്ന് തോന്നുന്നു. അതും സംശയം തന്നെ, ഒന്നിനും ഉറപ്പില്ല. അത് സാറേ, സ്വാതിയെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വരാറുണ്ടോ? ഞാനുള്ളപ്പോൾ വരാറില്ല സാറേ. ഫോൺ വിളി പോലും കുറവാ. കൈ എവിടെയാ കാണിച്ചത്? അത് താലൂക്ക് ആശുപത്രിയിലാ സാറേ. പൊക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ആ സാർ. സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിട്ടേക്കോ. ഓക്കെ സാർ. ഒറ്റ ചോദ്യം കൂടി. ആ കുട്ടിയുടെ തലക്ക് വാരുള്ള തല ആരുടേതാണ്? അറിയില്ല സാറേ. ആ തല ആരുടേതാണെന്നും അറിയില്ല? എനിക്കറിയില്ല സാറേ. എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കേട്ടുകളിവില്ലാത്ത സംഭവമാണല്ലോ. കൊലപാതകം നടക്കുന്നു, മരിച്ചയാളുടെ തല മാറ്റി വെക്കുന്നു. എന്താ കഥ? ഒന്നും പറയണ്ട. തല മാറ്റി വെക്കണമെങ്കിൽ മറ്റൊരു പെണ്ണിനെ കൂടി കൊല്ലണ്ടേ? അത് ശരിയാ. പോലീസ് എന്തായാലും പൊക്കും. കേരള പോലീസ് ഇതിലും വലിയ കേസുകളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാരെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. സാറേ, ചീട്ടുകളിക്കാരുടെ നേതാവ് ഷാജാനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. ഭദ്ര, അവനെ പൊക്കിയാര്. യെസ് സർ. റേപ്പ് അറ്റംപ്റ്റ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ തലക്കുള്ളിൽ ആഴത്തുള്ളൊരു മുറിവുണ്ട്. ശക്തമായ എന്തോ വെച്ച് അടിച്ചതാവാം. വാട്ട് അബൌട്ട് ദ ബ്ലഡ് സാമ്പിൾസ് ആൻഡ് റിപ്പോർട്ട്? ബ്ലഡിൽ ഹെവി ഡോസ് ഡ്രഗ് കലർന്നിട്ടുണ്ട്. ബോഡിയുടെ അടുത്തുനിന്ന് കിട്ടിയ സിറിഞ്ചിലെ ഡ്രഗ് സാമ്പിളും ബോഡിയിലെ ഡ്രഗ് സാമ്പിളും സെയിം ആണ്. ക്രൈം സ്പോട്ടിൽ പിടിവലി നടന്നതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് മർഡർ. ദാറ്റ്സ് കൺഫേംഡ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ടിക്കറ്റ് ഇന്നത്തെ ഉണ്ടോ? ഇതെടുത്തോളേ. എത്രയാ? 100 രൂപ. കഴിഞ്ഞ ആഴ്ച 1 ലക്ഷം കാറുകൾ സുരേഷിന്റെ എവിടെയാണോ? ചിലപ്പോ നാളെ ഇന്ന് കളിക്കാൻ ചാൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ചിലപ്പോ നാളെ കളിക്കും. ബാക്കി സ്ട്രേറ്റ് എഴുതിക്കോ. ഇവിടെ അങ്ങനെ എഴുത്ത് പരിപാടിയൊന്നും ഇല്ല സാറേ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി ഇവിടെ വന്നിട്ട് എഴുതിയതാണല്ലോ. അത് സാറിന് തെറ്റിയതായിരിക്കും. ഷാജഹാനല്ലേ? അതെ. നമുക്കെന്നാ പോയാലോ? മാറിന്നാളാ സത്യം പറ, നീ അല്ലേ അവളെ തട്ടിയത്? ഞാനാണോ നേ നോക്കി വെച്ചത്? നീ ഇതിന്റെ രക്ഷപ്പെടുന്ന സാറേ, ഇനി തല്ലി അവൻ ചത്തുപോകും. സാറ് വരാൻ സമയമായി.
സാറ് വരുമ്പോഴേക്കും അവനെ കഴുകി എടുത്തേരെ. പെണ്ണെ വഞ്ചി വന്നാ കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി, നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി, ചുരുട്ടു വഞ്ചി, ചന്തമുള്ള ചെരുപ്പൻ വഞ്ചി, എന്റെ വഞ്ചി ഇരട്ട വഞ്ചി. മോനെ, അമ്മേ, എന്താ ജമീലത്താ? മോനെ, അമ്മേ, ബിജിത്തില്ല ഇവിടെ. എന്താ ജമീലത്താ? എന്റെ മോനെ പോലീസ് പിടിച്ചിക്കണം. എന്തിന്? എനിക്കൊന്നും അറിയില്ല. അവനാരും കൊന്നു ചത്തൊന്നൊക്കെ പറയുന്നു. നിങ്ങളിങ്ങനെ കരയല്ലേ? ആ ബീച്ചിനെ വിളിക്ക്. ഒന്ന് വേഗം വിളിച്ചൂട്. മാറ്റുന്നൊരു കല്യാണം ഉണ്ടായത് ഓന്. ഇതും കൂടി ആയിട്ടെന്റെ മോന് കല്യാണം നടക്കണ്ടായോ? നിങ്ങളിങ്ങനെ കരയല്ലേ? ഓനെ വിളിക്കുന്നുണ്ടല്ലോ. ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ കരയല്ലേ? വരി, വാ മോളെ, വരി. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കോനെ. കിട്ടുന്നില്ല മോളെ, ഒന്നും ഉണ്ടാവില്ല. ഓന് വിളിക്കുന്നുണ്ടല്ലോ. ജമാലിവിടെ എത്ര കാലമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 2-3 കൊല്ലായി സാർ. ഞായറാഴ്ച രാത്രി ഉത്സവത്തിനിടയ്ക്ക് നീ എവിടെയായിരുന്നു? ഞാൻ ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു സാർ. ആ സമയത്ത് നിന്നെ അവിടെ കണ്ടിട്ടില്ലെന്ന് നിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞല്ലോ. അത് ഞാൻ വീട് വരെ ഒന്ന് പോയിരുന്നു സാർ. വേറെ പോയിട്ടില്ല? ഇല്ല സാർ. ഇവനോടൊന്നും ഇങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ പറഞ്ഞോളൂ. മരണപ്പെട്ട സ്വാതിയെ ജമാൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. എന്റെ ഓട്ടോറിക്ഷയിലെ കയറില്ലേ. ഉത്സവത്തിൻ്റെ അന്ന് രാത്രി സ്വാതി താമസിക്കുന്നിടത്ത് നീ പോയിട്ടില്ലേ? ഇല്ല സാർ. ഇല്ല 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 അല്ലേ? അയാളെ കൊണ്ട് കൊണ്ടുപോവാ. ഇയാളെ നിനക്ക് പരിചയമുണ്ടോ? പറയടാ, എന്തിനാ നീ ആ പെണ്ണിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ എന്തിനാണ് അവളെ പാതിരാത്രിക്ക് നീ പോയത്? അവളുടെ ഫോണിലേക്ക് വന്ന ലാസ്റ്റ് കോള് നിന്റേതാണ്. പറയണ സത്യം. പറയണ സത്യം. സാർ ഞാൻ പറയാം സാർ. എന്നാ പറ. ഞാനേ ആ സ്വാതി ഇവിടെ വരുമെന്നറിയ. ഓളെവിടെ എവിടെയും കാണുന്നില്ല. ഇപ്പൊ സാധിക്കേ പറ്റുള്ളൂ. ഇതങ്ങനൊന്നും അല്ലടോ. ഓളൊന്ന് കാണാൻ വേണ്ടിട്ടാണ്. ഹലോ സ്വാതി, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ഇവിടെ എവിടെയും കണ്ടില്ല. അത് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരാം. ആ ഓക്കെ. പിന്നെ ജമാലെ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ? ഫുഡ്. ശരി ഞാൻ വരാം. സ്വാതി, സ്വാതി, സ്വാതി. സ്വാതി, എത്തിയോ? കാണാതായപ്പോ ഞാൻ പോവാൻ വിളിക്കുമായിരുന്നു. വരാന്ന് പറഞ്ഞ ആള് വന്നില്ലേ? വരുന്നേ ഉള്ളൂ. താങ്ക് യു. ശരി, പൊക്കോട്ടെ. ഓക്കെ.
എന്താ രാഘവേട്ട നേരത്തെ പോന്നോ? ഓ ഞാനിങ്ങ് പോന്നു. സാറേ അതാണ് സോള. എനിക്ക് ആളെ മനസ്സിലായി. അംബിഷൻ പ്രസിഡന്റ്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. എന്താ? CSR അകത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പൊ ചെയ്തോളണം. ഞാൻ CA എന്ന് കാണട്ടെ, ഞാൻ പറഞ്ഞോളാം. വരൂ, പറഞ്ഞു നോക്കാം. ഞാൻ വരാം. നിങ്ങൾ ഇവിടെ നിൽക്കി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സാർ, പ്രസിഡന്റ് ഒരു വക്കീലും കാണാൻ വന്നിട്ടുണ്ട്. ആ വിളിക്ക്. ശരി സാർ. ആ 206 ക്രൈം നമ്പർ ഫയൽ എടുക്കുക. ശരി സാർ. സാറ് വിളിക്കുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണ്. അവൻ SI സാർ അടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് ചെയ്യാൻ പറയും. സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാവുന്ന കേസല്ല എന്നുള്ള വക്കീലിനെ അറിയാമല്ലോ. അറിയാം സർ. ജമാലാണ് പ്രതിയെന്ന് സാറങ്ങ് തീരുമാനിച്ചു. സാഹചര്യ തെളിവുകളൊക്കെ അങ്ങേർക്കെതിരാണെന്നുള്ള അറിയാമല്ലോ. മിസ്റ്റർ ഹാരിസ് ഈസ് എൻ ഇന്നസെന്റ് പേഴ്സൺ. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ജമാലില്ലെന്ന് സാറിന് അറിയാലോ. ഇഫ് യു ആർ എ ബ്രില്യൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, it is the best opportunity to bring out the real culprit before the court of law. Yes, I know. ഞാനൊന്ന് ആലോചിക്കട്ടെ, വേണ്ട പോലെ ചെയ്യാം. സാറേ, ജമാൽ ഒരു പാവാണ്. ഓന്റെ കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കണം പ്ലീസ്. വേണ്ട ചെയ്തോളാം, പോയിക്കോളൂ. ശരി സാർ. ഇന്ന് പോയില്ല? 4 ദിവസമായി പണിണ്ടായിട്ട്. രാവിലെ അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് വരിക. എന്താ ഇങ്ങനെ കാര്യം? ഒരു പണിയില്ല. നിഷാദേ, എവിടേക്കാ ഇങ്ങനെ പോണ്? 24 മണിക്കൂറും ഫോണും പിടിച്ച് നടക്കുക. രാവിലെ തന്നെ ഇടക്കിടക്ക് ആ മൊബൈൽ ഒന്ന് എടുത്ത് മൊബൈലിൽ കളിയൊന്നും ഇല്ല ഇപ്പൊ. അങ്ങനെ ഇതൊന്ന് പറഞ്ഞു കൊടുത്താണ്ട്. 24 മണിക്കൂർ ഞാനങ്ങനെ കുറുകയൊന്നുമില്ല. ഉമ്മാക്ക് വിളിച്ചാട് എന്തെങ്കിലും പ്രശ്നമില്ല. കഴിഞ്ഞ ഈ ഇങ്ങനെ ഇരുന്ന് ഉമ്മനെ കൂടെ വിഷമിപ്പിക്കാണ്ട് നാളെ മുതൽ വണ്ടി എടുത്ത് ഓടാൻ നോക്കി കേട്ടോ. ഓളെ കാര്യത്തില് എനിക്ക് ആദ്യമേ സംശയം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും അനിൽ നമ്മോടൊപ്പം ചേരുന്നു. അനിൽ, കേൾക്കാമോ? എടാ വിജിത്ത്, അതോ നോക്കടാ. എന്താ എന്താണ്? പോലീസിന് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടിയുടെ തലയില്ലാത്ത ശരീരം പുഴയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്ന ഈ കേസിൽ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും പോലീസിനെതിരെ വൻ പ്രതിഷേധം അഴിച്ചുവിടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻപ് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ തല ആരുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് മറ്റൊരു പെൺകുട്ടിയുടെ ശരീരം തലയില്ലാത്ത നിലയിൽ നിന്ന് ഈ പുഴയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. കൊലപാതകം ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് ഇതുവരെയും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല.
ഈ പെൺകുട്ടികളും മയക്കുമരുന്ന് മാഫിയകളുമായുള്ള ബന്ധവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അത്രക്കാരിയാന്ന് എനിക്കറിയില്ലായിരുന്നു. വെറുതെ അല്ല നാട്ടിൽ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഇങ്ങനെ ഒഴുകുന്നത്. എന്താ ചെങ്ങായി ഈ നേരത്തെ ഒറ്റക്ക് കയറുന്നത്? ഞാൻ പണി കഴിഞ്ഞവരെ നേരം പോയി പോയിടോ. ഈ എന്താ ഇവിടെ കുത്തിരിക്കണേ? ഞാൻ ഇരിക്കണ നോക്കണ്ട, ഞാൻ ആരെങ്കിലും ഒന്ന് വന്നാലേ ഒപ്പരാണ്ട് പോവാ. ഒറ്റക്ക് പോകുന്നത് സേഫ് അല്ലേ? ഈയിടെ നാട്ടിൽ നല്ല വർത്തമാനമൊന്നും അല്ല കേൾക്കണത്. 2 എണ്ണത്തിനെ തട്ടിയത് ഈ അറിഞ്ഞില്ലത്? അല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചിച്ചെന്ന് കേട്ടല്ലോ. അതെന്തേ? പോലീസുകാരെന്തുണ്ടാക്കാനാ? ഓരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയൂല. അത് ശരിയാ. ഞമ്മളെ തടി ഞമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഞമ്മളെ രക്ഷപ്പെട്ടു. ഇജ് പോരണ്ടി പോന്നോ? സത്യം പറയാലോ, ഇപ്പോ ഇത് കൂടെ പണ്ടത്തെ മാറി ഇത് കൂടെ നടക്കാനുള്ള ധൈര്യമില്ല. അതായത് രണ്ടാളുകൊണ്ട് ഒപ്പരാണ്ട് പോവാലോ. ഇക്കാര്യത്തിലെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ സംഭവം കഴിഞ്ഞു. മെമ്പർ പ്രകടനത്തിന് ചെല്ലാൻ വേണ്ടി വിളിച്ചിനി. എന്നെയും വിളിച്ചിന്, ഞാൻ പോണം വിചാരിക്കുന്നുണ്ട്. സംഭവം നടന്നിട്ട് 3-4 ദിവസമായി. ഇന്നേ വരെ ഒരു തുമ്പ് കിട്ടിയിട്ടില്ല. ഈ പോലീസുകാർ ഈ പാവങ്ങളെ അടിച്ചൊതുക്കുക. ഈ പാവങ്ങളെ അടിച്ചൊതുക്കിയാലൊന്നും ഞങ്ങൾ ഈ സമരത്തിൽ പിന്നോട്ട് പോകില്ല. ഇതിൽ ആഭ്യന്തരമന്ത്രി ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട മരണം വരെ ഞങ്ങൾ എടുത്തു കൊടുക്കും. എന്താ സംശയം? എല്ലാവരും വിളിക്കണം, മുദ്രാവാക്യം വിളിക്കണം. കൊലപാതകത്തിന് തുമ്പ് കിട്ടുന്ന ഞങ്ങൾ ഈ സമരത്തിൽ പുറകോട്ട് പോകില്ല. പോലീസിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുക. പിടികൂടുക. ആൾക്കാർ മാറുന്നേ. ഞങ്ങൾക്ക് വ്യക്തമായി മറുപടി തരും സാർ. പ്രതിയെ പിടിക്കാത്തത് പോലീസിനെ അനാസ്ഥ. അന്വേഷണ റിപ്പോർട്ട് എടുക്കും. ഇരിക്കോടെ താനൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയില്ലേ? എന്തൊക്കെയാണോ ഈ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? സാർ, അത് ഇൻവെസ്റ്റിഗേഷന്റെ ഐ ഡോണ്ട് നീഡ് എനി ബ്ലഡി എക്സ്പ്ലനേഷൻസ്. 3 ദിവസം അത് കഴിഞ്ഞാൽ ഈ കേസ് ഞാൻ ക്രൈംബ്രാഞ്ചിനെ ഹാൻഡ് ഓവർ ചെയ്യും. നാട്ടുകാരും ചാനലുകാരും എല്ലാം കൂടെ പോലീസിന്റെ നെഞ്ചത്ത് കയറി നിരങ്ങണം. ഇനി ഇതിന്റെ പേര് വല്ലവന്റെയും മേക്കെട്ട് കയറുന്ന പരിപാടി ഇതോടെ നിർത്തിക്കണം. ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഐ എം വാർണിംഗ് യു ഓൾ. You got it. Sir. Okay. പ്രതികളിലേക്ക് എത്തുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ സാർ? 3 ദിവസത്തിനകത്ത് പ്രതി ആരായാലും പോലീസ് പിടിച്ചിരുന്നു. സാർ, പ്രതി സൈക്കോ ആവാൻ ചാൻസ് ഉണ്ടോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ കേസിന് തുമ്പുണ്ടാക്കി. കൊല്ലപ്പെട്ടവരെ കുറിച്ച് എന്തെങ്കിലും? അവർ ഓർഫൻസ് ആണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കാണാതായ തലയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സർ? ബാക്കിയെല്ലാം പിന്നെ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ അറിയുമോ സർ? സർ സർ ഈ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് പറയുമോ സർ? ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള വൻ പ്രതിഷേധമാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ പ്രതികളെ കണ്ടെത്തുമെന്ന സൂചനയാണ് പോലീസ് നിന്ന് ലഭിക്കുന്നത്. ജനങ്ങൾ പോലീസ്
എത്ര ഉത്സവം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാ. കേസിന്റെ എന്തെങ്കിലും ആയോ? അതിന്റെ തിരക്കിൽ തന്നെ എന്താ ചെയ്യാ? ഇവർക്കൊക്കെ ഒരു പരിധിയില്ലേ? ഞങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുക സാറേ. അതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് മൊത്തം അതിന്റെ പുറകെ തന്നെയാണല്ലോ. എന്താ സാർ? ആ കേറിപ്പോന്നാണ് പോക്കണം. ആരോടെ വിളിച്ചോ? ഓക്കെ. പിടിച്ച് കയറ്റ വണ്ടിയില്ലേ? ഹലോ, എണീക്ക് പോവാ. വണ്ടി കയറ്. നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണം ഇയാളെ? അടക്കൂല. കൊറേ ആയി. എന്താണ് എന്താണ് മിണ്ടാപ്രാണിയായി പാവത്തിന് എന്തിനാ ഞങ്ങൾ കൊണ്ടുപോകുന്നത്? ഇത് കൊണ്ടുപോയിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ച് വിട്ടേക്കാവുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തിനാ സാറേ ഈ പാവത്തിനെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോയി ഉടനെ തിരിച്ചുവിടുമെന്ന് പറഞ്ഞില്ലേ? അല്ല, ജമാലിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഇത് അതുപോലെയല്ല. 2-3 കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ കേസ് തെളിയിക്കേണ്ട ആവശ്യത്തിലേക്കായി. കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ഞാൻ വാക്ക് തരും. കേട്ടല്ലോ, സാർ ഉറപ്പ് വരുന്നുണ്ട്. മാറിയില്ല. അവരങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയ എന്താ സ്ഥിതി നമുക്കറിയാം. ജമാലിന്റെ സ്ഥിതി എന്താന്ന് കണ്ടില്ലേ? അതുപോലെ അവരൊന്നും ആര് കണ്ട്? ഇത്രയും കാലമായിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ നോക്കാം. ഇയാളെ കൊണ്ടുപോയിട്ട് എന്താ സാറേ? ഇയാളുടെ കാലും ഈ കേസുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഇല്ല സാർ. ശരി സാർ. ഇയാളെ ഇതുവരെ വിട്ടില്ല സാറേ. പോവാൻ പറഞ്ഞതാ, ആള് പോകുന്നില്ല. എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുത്തു വിട്. ഓക്കെ സാറേ. ഇതാരാ? നിനക്കറിയോ? ഇല്ല സാറേ. അറിയോ? ഇല്ല സാർ. ശരി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. എന്താടോ ഇത് നോക്കി. ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാർ, ഒരാൾ കാണുന്നുണ്ട്. വരാൻ പറയൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഞാൻ ജോൺ. ആ, ഇരിക്കേ. താങ്ക് യു സാർ.
സാർ ഞാൻ നേരിട്ട് വന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ് ആയതുകൊണ്ടാണ്. അറിയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് അയാളുടെ പരിചയം? കുറച്ച് കാലമായിട്ട് അയാളൊരു മാനസിക രോഗിയാണ്. മുമ്പ് ഞാൻ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് അയാളൊരു പരാതിയുമായി സ്റ്റേഷനിൽ വന്നത്. എന്തായിരുന്നു പരാതി? സാബുവേ. ആ അച്ഛേ, എന്താണ് കാണാനില്ലല്ലോ? എന്തൊക്കെയുണ്ട്? നല്ല തന്നെ. എടാ ഒരു സർവത്തെടുത്തി ഐസ് ഇടണ്ട കേട്ടാ. ഓ, ഞാനിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലടോ. എന്നായെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളങ്ങ് പുറത്തോട്ട് പോകും. ഞാൻ അച്ഛനെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്നാടോ പോയി? ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കുറച്ച് ദിവസമായി ക്രിസ്ത്യൻ 2 പെൺപിള്ളേരൂടെ കാണുന്നുണ്ട്. അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതത്ര വലിയ പന്തിയായിട്ട് തോന്നുന്നില്ല. എടാ അതൊക്കെ പുതിയ കാലത്തെ പിള്ളേരല്ലേ. നമ്മൾ ഈ പഴയ കാലത്ത് നിന്ന് ചിന്തിക്കുന്നോണ്ടായി ഈ സംശയമൊക്കെ. എന്തായാലും നമ്മുടെ ക്രിസ്ത്യൻ അച്ഛയോ അച്ഛൻ ചെറുക്കനൊന്ന് ശ്രദ്ധിച്ചേക്ക്. വേറെന്തെങ്കിലും? ബാക്കി വേണ്ട വെച്ചോ. എന്നാ അറിയട്ടോ അച്ഛേ, ഞാൻ പറഞ്ഞതൊന്ന്. അല്ല ഒന്നുമില്ല. വിളിച്ചെടുക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല. 2 ദിവസത്തിനുള്ളിൽ ഇതുവരെയുള്ള ക്യാഷ് മുഴുവനും തന്നു നിർത്തണം. അല്ലെങ്കിൽ നിനക്ക് അറിയാലോ എന്നെ, കുടുംബത്തോടെ നശിപ്പിക്കും ഞാൻ. ഇച്ചായ ചായ കുടിക്കുന്നില്ലയോ? ഇതെന്നാ പറ്റിയേ?
പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അകത്തുനിന്ന് വെള്ളം കേട്ടായിരുന്നു. അത് ഇങ്ങനെയാവുമെന്ന് കരുതിയില്ല. ക്രിസ്റ്റി അങ്ങോട്ട് നീ എന്താ അങ്ങോട്ടിരിക്ക. എന്താ അങ്ങോട്ടിരിക്ക. എന്നാലും നമ്മുടെ ക്രിസ്റ്റി ഇത് ചെയ്തല്ലോ അച്ചായ. എനിക്ക് വീട്ടിൽ പോകണം. പിന്നീട് എന്ത് സംഭവിച്ചു? അതിനെക്കുറിച്ച് അന്വേഷണം നടന്നെങ്കിലും തെളിവിൻ്റെ അഭാവത്തിൽ കേസ് മുന്നോട്ട് പോയില്ല സാർ. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കോൾ വന്നു. അപ്പോഴാണ് കുര്യച്ചൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനി ലേറ്റ് ആവും. എന്താ ചെയ്യുന്നേ? അവരെ കാണുന്നില്ലല്ലോ. വേഗം നടക്കും. നീ ഇതിപ്പോ എവിടെ നിന്നും ചാടി? ക്ലാസ് കഴിഞ്ഞു വരിക. ക്ലാസ് കഴിഞ്ഞു? ആ കഴിഞ്ഞു. ആ ബാങ്ക് തന്നെ അത് ഞാൻ പിടിച്ചോളാം. ഈ ബസ്സാണോ? ഈ ബസ് വേഗം വാ. ഒരാളൂടെ വന്ന കൊച്ചിന്റെ ബാഗിനകത്താ പൊതി. ബസ് കയറി. നീ ടിക്കറ്റ് എടുക്കോ? എന്താ ടിക്കറ്റ് എടുക്കോ? മുൻചങ്ങനാശ്ശേരി. ഇത് ഏതാ സ്ഥലം? കോട്ടയം തന്നെയാണോ? ഇതേതാ സ്ഥലം? ഇത് കൊള്ളാട്ടോ. എന്നാ നമുക്ക് ടിക്കറ്റ് പ്ലാൻ ചെയ്യാം. കിട്ടിയോ? ആ ഉണ്ട്. എന്താടാ? ഓക്കെ ഞങ്ങളിപ്പോ ഇറങ്ങാം. ശരി. ആരാ വിളിച്ചേ? എടാ ഇവിടെ ഇരിക്കുന്ന സീന. എന്താ? പണി വരുന്നുണ്ട്. സ്പെഷ്യൽ സ്ക്വാഡ് എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം. നമുക്കിറങ്ങാം. നീ എനിക്ക് ചേട്ടാ ആളിറങ്ങണം. എന്താ ചേച്ചി? അതൊക്കെ പറയാം. വേഗം വാ. ഇറങ്ങ. ബാഗ് എടുക്ക്. അതെടുക്കാം. വേഗം വാ. 2 ആഴ്ച മുമ്പ് മാനസിക രോഗാശുപത്രിയിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പിന്നെ ഇയാളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ചത്.
സർ, അന്നത്തെ ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ആ പെൺകുട്ടികൾ എന്തെങ്കിലും പ്രശ്നം വന്ന് കേസ് അവരിലേക്ക് എത്തുമെന്ന് കണ്ടാൽ അവിടെ നിന്ന് മുങ്ങി മറ്റെവിടെയെങ്കിലും പൊങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരെ പിന്തുടർന്ന അയാൾ ഇത്രയും ദൂരം എത്തി എന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണോ സാറേ? സാറേ, ഞാൻ കുഴിയച്ചൻ. അവളുമാരെ തട്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് സാറേ. കുറ്റം സംബന്ധിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. പ്രതിയുടെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള പ്രതികാരമാണ് ഈ കൊലപാതക കാരണമെന്നാണ് പോലീസ് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകും.
താൻ എന്തിനാണോ ഈ തലയൊക്കെ തിരിച്ചു വെക്കാൻ പോയത്? അവര് കാരണം ഒരുപാട് പേരുടെ തല തിരിഞ്ഞതല്ലേ സാറേ? എൻ പൂന്തിങ്കൾ കുഞ്ഞേ കാണാത്ത ദൂരത്തായെങ്ങോ കാണാത്ത ദൂരത്തായെങ്ങോ ചാരത്തോമൽ കൂടേറി നാം ഒന്നിച്ചൊരാനന്ദമാ കാണാത്ത ദൂരത്തായെങ്ങോ മായുന്നു നീ എൻ പൂന്തിങ്കൾ കുഞ്ഞേ കാണാത്ത ദൂരത്തായെങ്ങോ ഇരുമനമറിയുന്നു ഒരു ചെറുനെടുവീർപ്പിൽ കാറ്റിൻ നീണം പോലെ തണലേകാനെന്നും ചിറകായെന്നുള്ളം മായാതെന്നും നിൻ കൂടെ നീ ഏതോ സ്വർണ്ണ താരം പോലെ പാടിപ്പോയ നാൾ കണ്ടേ കാണാതെങ്കിൽ താനെ കേഴും മാറിപ്പൂങ്കുരുന്നല്ലേ കാണാത്ത ദൂരത്തായെങ്ങോ മായുന്നു നീ എൻ പൂന്തിങ്കൾ കുഞ്ഞേ കാണാത്ത ദൂരത്തായെങ്ങോ കാണാത്ത ദൂരത്തായെങ്ങോ ചാരത്തോമൽ കൂടേറി നാം ഒന്നിച്ചൊരാനന്ദമാ കാണാത്ത ദൂരത്തായെങ്ങോ മായുന്നു നീ എൻ പൂന്തിങ്കൾ കുഞ്ഞേ കാണാത്ത ദൂരത്തായെങ്ങോ എത്രയായി? 150 രൂപ. അതെ. ഈ സോളമൻ
കുര്യച്ചൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുക. മോളെ അവസാനമായിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റിയില്ല. അവിടെ എങ്ങനെയാ പരിചയം? അതെ, മോളുടെ ആത്മഹത്യക്ക് അറിയാതെയാണെങ്കിലും ഞാനും ഒരു ഉത്തരവാദിയാണ്. അന്ന് ബസ്സിനകത്ത് വെച്ച് പോലീസ് വന്നില്ലേ റെയ്ഡിന്, അത് വിളിച്ചു പറഞ്ഞത് ഞാനാ. നീ ടെൻഷൻ അടിക്കണ്ട, ബാഗ് നമുക്ക് എടുക്കാം. ചങ്ങനാശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ അടങ്ങിയ ബാഗ് കണ്ടെടുത്തു. അജ്ഞാത സന്ദേശത്തെ തുടർന്ന് ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് നാർക്കോട്ടിക് സെല്ലിന്റെ സ്പെഷ്യൽ സ്ക്വാഡ്. എന്നാൽ എന്റെ ബാഗ് നീ എങ്ങനെ കിട്ടും? അതവിടെ കുടുങ്ങിപ്പോയതാ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ പേടിക്കാതിരിക്കേ. ബാഗ് എന്ന് പരിശോധനയിൽ വ്യക്തമാകുന്നത്. മെഡിക്കൽ കോളേജ് പരിസരങ്ങളിൽ വ്യാപകമാവുന്ന ഡ്രഗ് മാഫിയയുടെ കണ്ണികളിൽ ഒരാളാണ് ആനി. എന്റെ ബാഗ് അല്ലേ അത്? അത് നിന്റെ ബാഗ് എന്റെ ഐഡി കാർഡ് അല്ലേ അത്? അതുപോലെ ഫേക്ക് ന്യൂസ് ആയിരിക്കും. അതല്ല, നീ വിട്. നിന്റെ കയ്യിലെ ഞാൻ ബാഗ് തന്നെ. ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കുന്നു. നീ ടെൻഷൻ അടിക്കാതെ നമുക്കൊരു വഴിയും കാണാം. ചതിച്ചതല്ലേ? നിനക്കൊന്നും വരാണ്ട് ഞങ്ങൾ നോക്കിയോളാം. കാണിച്ചു തരാം. നീ ഒന്ന് സമാധാനം വിട്. വിട് ആനി, ഇവിടെ ആനി. പ്രശ്നമായോ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഹലോ ഹലോ ചേട്ടാ, ചേട്ടാ ചേട്ടാ കേക്കാവോ? ചേട്ടാ അവരെന്നെ ചതിക്കുകയോ ചേട്ടാ? ഞാൻ സ്വന്തം ചേച്ചി വരെ പോലെ കണ്ടേ. എന്നിട്ടും ഞങ്ങളെല്ലാരും ബസ്സിലായിരുന്നു. എന്നിട്ട് എന്റെ ബാഗ് ബസ്സിൽ കുടുങ്ങി. നീ ഞങ്ങളോട് ക്ഷമിക്കടാ, പറ്റിപ്പോയി. നിനക്കൊരു പ്രശ്നം വരാതെ ഞങ്ങൾ നോക്കിയോളാം. പോലീസ് വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. നീ പറയോ? പറയാം. നീ എനിക്ക് പറയില്ല. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാക്കിയത് ആ നാറിയ മക്കള് തന്നെ. ഇനിയൊരു കുടുംബത്തിനും ഈ ഒരു ഗതി വരരുത്. എന്ത് വേണമെന്ന് എനിക്കറിയാം. സാറേ, സ്റ്റോപ്പ് എത്തിട്ടോ?